ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഏറ്റവും നൂതനമായ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ GBU-57, റഷ്യയുടെ KAB-1500, ചൈനയുടെ DF-15C എന്നിവ പോലും അതിനു മുന്നിൽ പരാജയപ്പെടുകയാണ്. ഏറ്റവും നൂതനമായ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളെന്ന് അവർ തന്നെ പറയുന്നു. ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ തയ്യാറെടുക്കുന്നതിനും എല്ലാ മേഖലകളിലും തന്ത്രപരമായി തയ്യാറെടുക്കുന്നതിനുമായി ഇന്ത്യ പ്രതിരോധ ഘടന ശക്തിപ്പെടുത്തുകയാണ്. നിലവിൽ ഇന്ത്യ ഒരു വൻ വിനാശകരമായ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM വികസിപ്പിക്കുന്ന പ്രക്രിയയിലാണ്. ഇതിനെ അടുത്ത തലമുറ ബങ്കർ ബസ്റ്റർ എന്ന് വിളിക്കുന്നു. ശക്തമായ കഴിവുകൾ കാരണം ഈ മിസൈലിനെ അത്യന്തം മാരകമായി വിശേഷിപ്പിക്കുന്നു. പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഈ മിസൈലിന് 80 മുതൽ 100 മീറ്റർ വരെ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ കഴിയും. ഈ അടുത്ത തലമുറ ബങ്കർ ബസ്റ്റർ തീർച്ചയായും അവിശ്വസനീയമാംവിധം മാരകമായിരിക്കും. അഗ്നി 5 ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകരമായ ബങ്കർ ബസ്റ്റർ ആവുന്നത് എന്തുകൊണ്ട്? പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO ആണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നത്. അഗ്നി 5 ബങ്കർ ബസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏകദേശം 7500 മുതൽ 8000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന പരമ്പരാഗത ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയും. പേലോഡ് ശേഷി കൊണ്ട് മാത്രം ഇതിന് എത്രത്തോളം നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. അഗ്നി 5 ബങ്കർ ബസ്റ്ററിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അഗ്നി 5 മിസൈലിന്റെ പ്രധാന സവിശേഷത അതിന്റെ ഹൈപ്പർസോണിക് വേഗതയാണ്. ഇത് മാക് 8 മുതൽ മാക് 20 വരെയാണ്. ഏകദേശം 2500 കിലോമീറ്റർ വരെ പ്രഹരശേഷി ഉള്ളതാണ്. ആ ശേഷിയോടെ അമേരിക്കയുടെ GU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ MOP, പിന്നെ റഷ്യയുടെ KAB-1500 LPR എന്നിവയുൾപ്പെടെയുള്ള ലഭ്യമായ ഏറ്റവും സങ്കീർണമായ ചില ബങ്കർ ബസ്റ്റർ ആയുധങ്ങളെക്കാൾ മികച്ചതാണ് അഗ്നി 5. ലോകത്തിലെ ഏറ്റവും മാരകമായ തുളച്ചുകയറ്റ ആയുധമാണ് അഗ്നി 5 എന്നും എതിരാളികൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും നിരവധി റിപ്പോർട്ടുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. 7500-8000 കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള ഈ പുതിയ വകഭേദം 80 മുതൽ 100 മീറ്റർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ പാറയോ തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിംഗ് IDRW റിപ്പോർട്ട് ചെയ്തു. പേലോഡ് എന്നാൽ ഒരു വിമാനമോ വിക്ഷേപണ വാഹനമോ വഹിക്കുന്ന വസ്തുവോ എൻറ്റിറ്റിയോ ആണ് പേലോഡ്. ചിലപ്പോൾ പേലോഡ് എന്നത് ഒരു വിമാനത്തിൻ്റെയോ വിക്ഷേപണ വാഹനത്തിൻ്റെയോ വഹിക്കാനുള്ള ശേഷിയെയും സൂചിപ്പിക്കുന്നു. സാധാരണയായി ഇത് ഭാരത്തെ അടിസ്ഥാനമാക്കിയാണ് അളക്കുന്നത്. അമേരിക്കയുടെ GBU-57, റഷ്യയുടെ KAB-1500, ചൈനയുടെ DF-15C എന്നിവയേക്കാൾ അഗ്നി 5 എങ്ങനെയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്? മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ത്യ അഗ്നി 5 മിസൈലുകളുടെ നിരവധി വ്യത്യസ്ത വകഭേദങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വകഭേദങ്ങളിൽ ചിലത് ഈ വർഷം ആദ്യം വികസന പ്രക്രിയ ആരംഭിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ വകഭേദങ്ങളിൽ ഒന്നിന് 5000 കിലോമീറ്ററിൽ കൂടുതൽ ആക്രമണ പരിധി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അഗ്നി 5ന്റെ പുതിയ പതിപ്പുകളിൽ പേലോഡ് പരമാവധിയാക്കിയിട്ടുണ്ട്. 7500 മുതൽ 8000 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു വാർഹെഡ് എപ്പോഴും ഇതിന് വഹിക്കാൻ കഴിയുമെങ്കിലും പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിൽ വളരെ കടുപ്പമേറിയ പാറകളിലേക്ക് തുളച്ചു കയറാവുന്ന തരത്തിലാണ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ ആഴത്തിൽ പോയി പ്രഹരിക്കാൻ സാധിക്കുന്നു. അഗ്നി 5ന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിൻ്റെ ചലനാത്മകതയാണ്. ഒരു മൊബൈൽ ലോഞ്ചറിൽ നിന്നോ ഇത് വിക്ഷേപിക്കാൻ കഴിയും. അതായത് ഒന്നിലധികം ഭൂപ്രദേശങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഇതിന് വിന്യസിക്കാൻ കഴിയും. അഗ്നി 5ന്റെ ആഴത്തിനുള്ള പെനട്രേഷൻ വാർഹെഡ് വേരിയന്റിന് പാകിസ്ഥാന്റെ കിരാന ഹിൽസ് ആണവ സംഭരണ കേന്ദ്രം അല്ലെങ്കിൽ ഹിമാലയൻ അതിർത്തിയിലെ ചൈനയുടെ മിസൈൽ സിലോകൾ പോലുള്ള കനത്ത ഉറപ്പുള്ള ഭൂഗർഭ സ്ഥലങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയും. സ്ഫോടനത്തിന് മുമ്പ് 80 മുതൽ 100 മീറ്റർ വരെ ഭൂമിക്കടിയിൽ കുഴിച്ചു കയറാനുള്ള അതിൻ്റെ കഴിവ്
പ്രീ എംപ്റ്റീവ് സ്ട്രൈക്കുകളോ കൗണ്ടർ ഫോഴ്സ് ഓപ്പറേഷനുകളോ പോലുള്ള ആവശ്യങ്ങൾക്ക് ഉതകുന്ന നിർണായക ആസ്തിയായി ഇതിനെ സ്ഥാപിക്കുകയാണ്. ആണവ പരിധി കടക്കാതെ തന്നെ ശത്രു ആണവ ആസ്തികളെ നിർവീര്യമാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ എയർഫീൽഡുകൾ, റഡാർ സ്റ്റേഷനുകൾ പോലുള്ള ഉപരിതല ലക്ഷ്യങ്ങൾക്കായി എയർബസ്റ്റ് വാർഹെഡുള്ള രണ്ടാമത്തെ വകഭേദം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മിസൈലിൻ്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു എയർബസ്റ്റ് വാർഹെഡ് എന്ന് പറയുന്നത് എന്താണെന്ന്. എയർബസ്റ്റ് വാർഹെഡ് എന്നത് ഒരു ആൻറ്റി പേഴ്സണൽ ആർട്ടിലറി ഷെൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ആയുധം പോലുള്ള ഒരു സ്ഫോടക വസ്തു നിലത്തോ ലക്ഷ്യത്തിലോ സ്പർശിക്കുന്നതിന് പകരം വായുവിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു എയർബസ്റ്റിൻ്റെ പ്രധാന നേട്ടം എന്താണെന്ന് വെച്ചാൽ, സ്ഫോടനത്തിൽ നിന്നുള്ള ഊർജം ഏതെങ്കിലും ഷെൽ ശകലങ്ങൾ ഉൾപ്പെടെ വിശാലമായ പ്രദേശത്ത് കൂടുതൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു എന്നാണ്. എന്നിരുന്നാലും പീക്ക് എനർജി ഗ്രൗണ്ട് സീറോയിൽ കുറവായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു എയർബസ്റ്റ് വാർഹെഡ് എന്നത് ഇത്ര മാത്രമേ അർത്ഥമുള്ളൂ. അത് വായുവിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടക വസ്തുവാണ്. അമേരിക്കയുടെ GBU-57B മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്താണ്? അതിൻ്റെ ഭാരം 13,600 കിലോഗ്രാമാണ്, അതായത് 13.6 ടൺ. പേലോഡ് ശേഷി 2,400 കിലോഗ്രാം. ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. തുളച്ചു കയറാനുള്ള ശേഷി, സ്ഫോടനത്തിന് മുമ്പ് 60 മീറ്റർ വരെ പാറയിലേക്ക് തുളച്ചു കയറാൻ കഴിയും. പരിമിതി, ഇതിൻ്റെ പരീക്ഷണങ്ങൾക്കിടയിൽ തെളിഞ്ഞൊരു കാര്യം, ഇറാൻ്റെ കഠിനമായ ചുണ്ണാമ്പുകല്ല് പ്രദേശത്ത് പക്ഷേ ഇതിന് തുളച്ചു കയറാൻ കഴിഞ്ഞില്ല. ഡെലിവറി രീതി, ഒരു ബോംബർ വിമാനം ഇതിന് ഡെലിവറിക്ക് വേണ്ടി വിന്യസിക്കേണ്ടതുണ്ട്. ഈ ആവശ്യത്തിനായി അമേരിക്ക B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലക്ഷ്യശേഷി 80-100 മീറ്റർ ഉരുക്കുറപ്പിച്ച കോൺക്രീറ്റ് മേൽക്കൂരകളിലേക്ക് വരെ തുളച്ചു കയറാൻ കഴിയും. രൂപകൽപ്പന ചെയ്തത് ആക്രമണാത്മക ആണവ സൈറ്റുകൾ, ആഴത്തിനുള്ള ഭൂഗർഭ ബങ്കറുകൾ, തുരങ്ക ശൃംഖലകൾ, കനത്ത സുരക്ഷയുള്ള സൈനിക ആസ്ഥാനങ്ങൾ. GBU-57B ഒരു അമേരിക്കൻ പ്രിസിഷൻ ഗൈഡഡ് ബങ്കർ ബസ്റ്റർ ബോംബാണ്. GPS മാർഗനിർദ്ദേശം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന കൃത്യതയുള്ള ടാർഗറ്റിന് GBU-57B പേര് കേട്ടതാണ്. കൂടാതെ അതിൻ്റെ നൂതന ഫ്യൂസിംഗ് സിസ്റ്റം സ്ഫോടനത്തിന് മുമ്പ് നിലത്തിലോ കാഠിന്യമേറിയ ലക്ഷ്യങ്ങളിലോ തുളച്ചു കയറാൻ അതിനെ അനുവദിക്കുന്നു. ശത്രുക്കളുടെ ഭൂഗർഭ സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായി റഷ്യ KAB-1500 LPR വികസിപ്പിച്ചെടുത്തു. KAB-1500 LPR എന്ന പേരിനുള്ള PR എന്നത് പെനട്രേറ്റിംഗ് ഹൈ പെനട്രേഷൻ വാരിയന്റിനെ സൂചിപ്പിക്കുന്നു. ലേസർ ഗൈഡഡ് ബോംബ് എന്നാണ് ഇതിനെ തരംതിരിക്കുന്നത്. അതായത് സ്ട്രൈക്കുകളുടെ കൃത്യത ചിലപ്പോഴൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും. ചൈനയുടെ കൈവശം DF-15C അഥവാ ഡോങ്ഫെങ് 15C എന്ന ശക്തമായ ഒരു ബങ്കർ ബസ്റ്റർ മിസൈലുണ്ട്. DF-15C ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്, അതായത് SRBM. ഇത് DF-15 മിസൈൽ ഫാമിലിയിൽ നിന്ന് പ്രത്യേകമായി ഉരുത്തിരിഞ്ഞ ഒരുതരം ബങ്കർ ബസ്റ്ററാണ്. താരതമ്യത്തിന് 80 മുതൽ 100 മീറ്റർ ആഴത്തിൽ തുളച്ചു കയറുന്ന ഇന്ത്യയുടെ അഗ്നി 5 ബങ്കർ ബസ്റ്റർ വേരിയന്റ്. അഗ്നി 5ന്റെ 80 മുതൽ 100 മീറ്റർ വ്യാപ്തിയും 7,500 കിലോഗ്രാം പേലോഡും DF-15Cയുടെ കഴിവുകളേക്കാൾ വളരെ കൂടുതലാണ്. ഇത് ചൈനയുടെ ഭൂഗർഭ മിസൈൽ സിലോകളെ ലക്ഷ്യമിടുന്നതിനുള്ള മികച്ച ഓപ്ഷനാക്കി മാറ്റുന്നു. അതിൻ്റെ ദൈർഘ്യമേറിയ ദൂരവും ഹൈപ്പർസോണിക് വേഗതയും അതിൻ്റെ തന്ത്രപരമായ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്നു എന്ന് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ അഗ്നി 5 ബങ്കർ ബസ്റ്ററിനെ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഡോണിലെ ഒരു ലേഖനത്തിൽ പ്രതിരോധ വിശകലന വിദഗ്ധ റാബിയ അക്തർ ഇന്ത്യയുടെ അഗ്നി 5 പാകിസ്ഥാന് ഒരു പ്രധാന അപകട സാധ്യതയാണെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തോട് ഇടപെട്ട് അതിൻ്റെ ഉൽപ്പാദനം നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചു. മിസൈലിനെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസമായി അവർ വിശേഷിപ്പിച്ചു. ഉപരിതല ലക്ഷ്യങ്ങൾക്ക് മാത്രമല്ല, ആഴത്തിനുള്ള ഭൂഗർഭ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾക്കും ആണവ സൗകര്യങ്ങൾക്കും ഇത് ഗുരുതരമായ ഭീഷണിയാണെന്ന് അവർ പ്രസ്താവിച്ചു. 7,500 കിലോഗ്രാം പേലോഡുള്ള ഈ മിസൈലിന് 80 മുതൽ 100 മീറ്റർ വരെ ഭൂമിക്കടിയിൽ കുഴിക്കാനുള്ള ശേഷിയുണ്ടാകും. ഇന്ത്യയുടെ സൈനിക തന്ത്രത്തിലെ അപകടകരമായ മാറ്റമാണ് ഈ മിസൈലെന്ന് ലാഹോർ സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായ റാബിയ അക്തർ വിശേഷിപ്പിക്കുന്നു.
പരമ്പരാഗത യുദ്ധങ്ങളെയും ആണവ യുദ്ധങ്ങളെയും അഗ്നി 5 ഓവർലാപ്പ് ചെയ്യുമെന്ന് അവർ ആശങ്കാകുലരാണ്. ഇത് മേഖലയിലെ അസ്ഥിരതയ്ക്കും തെറ്റായ കണക്കുകൂട്ടലുകൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നു. അവരുടെ വാക്കുകളിൽ പാകിസ്ഥാന്റെ ആണവ കമാൻഡ് സെന്ററുകളെയോ മറഞ്ഞിരിക്കുന്ന ബങ്കറുകളെയോ ലക്ഷ്യമിടുന്നതിന് ഇന്ത്യ ഇതുപോലുള്ള ഒരു മിസൈൽ ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ അതിനെ ഒരു ആണവ ഭീഷണിയായി കണ്ടേക്കാം. ആ സാഹചര്യത്തിൽ അതൊരു പരമ്പരാഗത മിസൈൽ ആക്രമണമാണെങ്കിൽ പോലും അതൊരു പരമ്പരാഗത മിസൈൽ ആക്രമണത്തിൽ നിന്നുള്ള ആണവ യുദ്ധമായി മാറാനും അവിശ്വസനീയമാം വിധം അപകടകരമായ പ്രതികരണങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ടെന്ന് റാബിയ അക്തർ വിശേഷിപ്പിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ അഗ്നി 5 ബങ്കർ ബസ്റ്റർ മിസൈലിനെ പാകിസ്ഥാനും ചൈനയും എത്രത്തോളം ഭയപ്പെടുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇന്ത്യയുടെ ആയുധ രീതികൾ, ഇന്ത്യയുടെ ആയുധ പരീക്ഷണങ്ങൾ, ഇന്ത്യയുടെ യുദ്ധ തന്ത്രങ്ങൾ എല്ലാം മാറുകയാണ്. പഴയ കാലത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ. ഇന്ത്യ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശത്രു രാജ്യങ്ങൾക്ക് സ്വാഭാവികമായും ഭീതി ഉണ്ടാകാനും സാധ്യതയുണ്ട്.